റിയൽ മാഡ്രിഡ് നിലവിൽ സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, അതും സെക്കൻഡ് ഡിവിഷനിൽ ഏകദേശം 17ാം സ്ഥാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൽബാസെറ്റ എന്ന് പറയുന്ന ഒരു ക്ലബിനെതിരെ തോറ്റ് കോപ്പ ഡെൽ റേയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ, എസ്പെഷ്യലി അത് ബാഴ്സലോണ ആരാധകരാണെന്നുണ്ടെങ്കിൽ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലബിനെതിരെ നിങ്ങളും, അതായത് നമ്മളും തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു 2-0 ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. കുറേ വീഡിയോസ് അവർ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് 2-0 ബാഴ്സലോണ തോറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഫേക്കാ. പക്ഷേ ചരിത്രം അങ്ങനെയല്ല. പറഞ്ഞുതരാം. നമ്മുടെ കോണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഈ ക്ലബിനെ കുറിച്ച്, ഈ റയൽ മാഡ്രിഡ് മത്സരം വരുന്നത് വരേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഓണസ്റ്റായിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ തോൽവി കഴിഞ്ഞ് പലരുടെയും സ്റ്റോറിയിൽ 2-0 ബാഴ്സലോണയും തോറ്റിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോറ്റിട്ടുണ്ടോ, അതെപ്പോഴാ എന്ന് പറഞ്ഞ് ഞാനൊന്ന് തപ്പി നോക്കിയത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ 2-0 ഇവർ ഈ പറയുന്ന കഥ വെറുതെ അവരുടെ ഫാൻ പേജുകളിൽ വരുന്ന ഒരു കഥ മാത്രമാണ്. പക്ഷേ തോറ്റിട്ടുണ്ട് ബാഴ്സലോണ. അത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആൽബാസെറ്റ എന്ന് പറയുന്ന ക്ലബ്ബ് 90s, അതായത് 1996 വരേക്കും, അല്ല 1995 വരേക്കും എന്ന് വേണമെങ്കിൽ പറയാം, ആ സമയങ്ങളിൽ ഫസ്റ്റ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരുന്ന ടീമാണ്. ആ ഫസ്റ്റ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില്ലറക്കാരായിരുന്നില്ല. നോട്ട് എ ഈസി ടീം ടു ബീറ്റ് എന്നുള്ള രീതിയിൽ ലാ ലീഗയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമാണ്. ഏകദേശം അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ 1995 ബാഴ്സലോണയ്ക്കെതിരെ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ലാ ലീഗയിൽ. പക്ഷെ അത് 1-0 എന്ന് പറയുന്ന സ്കോറിലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 വർഷത്തിന് മേളിലായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇവർ സ്പ്രെഡ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറി ഈസ് അബ്സല്യൂട്ട്ലി ഫേക്ക്. പക്ഷേ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തോൽവിയെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ചിൽ കുപ്പി ചിൽ.